നക്ഷത്രമണ്ഡലത്തിലെ എട്ടാമത്തെ നക്ഷത്രമായ പൂയം നക്ഷത്രങ്ങളുടെ രാജാവ് എന്നാണ് അറിയപ്പെടുന്നത്. കർക്കടക രാശിയിൽ പൂർണ്ണമായും സ്ഥിതി ചെയ്യുന്ന ഈ നക്ഷത്രം പോഷണത്തിന്റെയും കരുണയുടെയും പ്രതീകമാണ്. ശനി ഭഗവാൻ അധിപനായ നക്ഷത്രമാണെങ്കിലും ഇതിന്റെ ദേവത ദേവഗുരുവായ ബൃഹസ്പതിയാണ്. ഈ ഒരു പ്രത്യേകത തന്നെയാണ് പൂയം നക്ഷത്രക്കാരെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തരാക്കുന്നത്. ശനിയുടെ അച്ചടക്കവും നിശ്ചയദാർഢ്യവും വ്യാഴത്തിന്റെ വിവേകവും ആത്മീയതയും ഒരേപോലെ സമ്മേളിക്കുന്ന അപൂർവ വ്യക്തിത്വങ്ങളാണ് പൂയം നക്ഷത്രക്കാർ. 2026 ഫെബ്രുവരി മാസം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം കേവലം ഒരു മാസമല്ല, മറിച്ച് നിങ്ങളുടെ ജീവിതത്തിലെ പുതിയൊരു അധ്യായത്തിന്റെ തുടക്കമാണ്. പുതുവർഷത്തിന്റെ ആദ്യ മാസത്തെ ഓട്ടപ്പാച്ചിലുകൾക്ക് ശേഷം ജീവിതത്തെ ഒന്ന് വിലയിരുത്താനും ഭാവിയിലേക്കുള്ള കരുത്തുറ്റ അടിത്തറ പാകാനും ലഭിക്കുന്ന സുപ്രധാന സമയമാണിത്. പ്രകൃതിയിൽ വസന്തത്തിന്റെ വരവറിയിക്കുന്ന ഈ കാലഘട്ടം പൂയം നക്ഷത്രക്കാരുടെ മനസ്സിലും പുതിയ പ്രതീക്ഷകളുടെയും ആശയങ്ങളുടെയും നാമ്പുകൾ വിരിയും. പൂയം നക്ഷത്രക്കാർ പൊതുവെ മറ്റുള്ളവരെ പരിഗണിക്കുന്നവരും കുടുംബത്തിന് പ്രാധാന്യം നൽകുന്നവരുമാണ്. എന്നാൽ പലപ്പോഴും സ്വന്തം ആവശ്യങ്ങൾക്കും സന്തോഷങ്ങൾക്കും പിന്നിലത്തെ സ്ഥാനം മാത്രമേ ഇവർ നൽകാറുള്ളൂ. 2026 ഫെബ്രുവരിയിലെ പ്രപഞ്ച ഊർജം നിങ്ങളോട് ആവശ്യപ്പെടുന്നത് സ്വയം സ്നേഹിക്കാനും സ്വന്തം കഴിവുകളിൽ വിശ്വസിക്കാനും കൂടിയാണ്. കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരുന്ന മാനസികമായ ഭാരങ്ങൾ ഇറക്കി വെക്കാനുള്ള ഒരു സാഹചര്യം ഈ മാസം സംജാതമാകും. ഈ മാസത്തെ ഫലങ്ങൾ വിശകലനം ചെയ്യുമ്പോൾ നാം കാണുന്നത് ഒരു പരിവർത്തനത്തിന്റെ പാതയാണ്. തൊഴിൽ മേഖലയിലായാലും വ്യക്തി ജീവിതത്തിലായാലും നിലവിലുള്ള രീതികളിൽ നിന്ന് മാറി പുതിയൊരു കാഴ്ചപ്പാട് സ്വീകരിക്കാൻ നിങ്ങൾ നിർബന്ധിതരാകും. ഇതൊരു പക്ഷേ തുടക്കത്തിൽ ചെറിയ ആശങ്കകൾ ഉണ്ടാക്കിയേക്കാമെങ്കിലും മാസാവസാനത്തോടെ ഈ മാറ്റങ്ങൾ നിങ്ങളെ ഗുണപരമായ ദിശയിലേക്കാണ് നയിച്ചതെന്ന് നിങ്ങൾ തിരിച്ചറിയും. സാമ്പത്തികമായ ഒരു തരം സ്ഥിരതയിലേക്കുള്ള യാത്ര ഈ മാസം ദൃശ്യമാണ്. അനാവശ്യ ആകുലതകൾ ഒഴിവാക്കി ബുദ്ധിപൂർവമായ ആസൂത്രണം നടത്തിയാൽ വലിയ നേട്ടങ്ങൾ കൊയ്യാൻ പൂയം നക്ഷത്രക്കാർക്ക് സാധിക്കും. ആത്മീയമായി നിങ്ങൾ പക്വത കൈവരിക്കുന്ന സമയമാണിത്. കേവലം ആചാരങ്ങൾക്കപ്പുറം ജീവിതത്തിന്റെ അർത്ഥം തേടാനും ഉള്ളിലെ സമാധാനം കണ്ടെത്താനും ഈ മാസം നിങ്ങളെ സഹായിക്കും. നിങ്ങളുടെ നക്ഷത്രത്തിന്റെ ഗുണമായ പോഷണം ഈ മാസം മറ്റുള്ളവർക്ക് നൽകുന്നതോടൊപ്പം തന്നെ സ്വന്തം ജീവിതത്തിലേക്കും പകർത്തേണ്ടതുണ്ട്. നിങ്ങളുടെ ആരോഗ്യം, നിങ്ങളുടെ ബന്ധങ്ങൾ, നിങ്ങളുടെ സ്വപ്നങ്ങൾ എന്നിവയെ പരിപോഷിപ്പിക്കാനുള്ള ഒരു സമയമായി ഈ ഫെബ്രുവരിയെ കാണുക. അമിതമായ ഉത്കണ്ഠ വെടിഞ്ഞ് വരുന്ന അവസരങ്ങളെ വിവേകത്തോടെ സ്വീകരിക്കാൻ തയ്യാറെടുക്കുക. വരാനിരിക്കുന്ന ദിവസങ്ങളിൽ നിങ്ങൾക്ക് നേരിടേണ്ടി വരുന്ന വെല്ലുവിളികൾ പോലും നിങ്ങളെ കൂടുതൽ കരുത്തരാക്കാൻ വേണ്ടിയുള്ളതാണെന്ന തിരിച്ചറിവുണ്ടാകണം. നമുക്ക് 2026 ഫെബ്രുവരി മാസത്തിലെ നിങ്ങളുടെ ജീവിതത്തിലെ വിവിധ മേഖലകളെക്കുറിച്ചുള്ള വിശദമായ ഫലങ്ങളിലേക്ക് കടക്കാം. പൂയം നക്ഷത്രക്കാർക്ക് 2026 ഫെബ്രുവരി മാസം തൊഴിൽപരമായി സമ്മിശ്ര ഫലങ്ങളാണ് നൽകുന്നത്. എങ്കിലും മാസത്തിന്റെ രണ്ടാം പകുതിയോടെ കാര്യങ്ങൾ കൂടുതൽ അനുകൂലമാവും. സർക്കാർ മേഖലയിലോ സ്വകാര്യ മേഖലയിലോ ജോലി ചെയ്യുന്നവർക്ക് ഈ മാസം ജോലിഭാരം വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. നിലവിലുള്ള ഉത്തരവാദിത്തങ്ങൾക്ക് പുറമെ ചില ചുമതലകൾ കൂടി നിങ്ങളെ തേടി വന്നേക്കാം. സഹപ്രവർത്തകരിൽ നിന്നും മേലധികാരികളിൽ നിന്നും പ്രതീക്ഷിച്ച പിന്തുണ ലഭിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടേണ്ടി വരും. എങ്കിലും നിങ്ങളുടെ കൃത്യനിഷ്ഠയും സത്യസന്ധതയും നിങ്ങളെ വലിയ കുഴപ്പങ്ങളിൽ നിന്ന് രക്ഷിക്കും. മാസത്തിന്റെ മധ്യത്തോടെ തൊഴിലിടത്തിലെ സന്തോഷങ്ങൾ തിരികെ വരും. സ്ഥാനക്കയറ്റത്തിനോ ശമ്പള വർധനവിനോ ഉള്ള ചർച്ചകൾ ആരംഭിക്കാൻ സാധിക്കും. വിദേശത്ത് ജോലി ചെയ്യുന്നവർക്കോ അവിടേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്കോ ഈ മാസം ചില തടസ്സങ്ങൾ നേരിടാം. രേഖകളിലെ അപാകതകൾ പരിഹരിക്കാൻ സമയം കണ്ടെത്തും. എങ്കിലും നിരാശപ്പെടേണ്ടതില്ല. മാസാവസാനത്തോടെ ശുഭവാർത്തകൾ പ്രതീക്ഷിക്കാം. ബിസിനസ് രംഗത്തുള്ളവർക്ക് പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ പറ്റിയ സമയമല്ലിത്. നിലവിലുള്ള ബിസിനസ് വിപുലീകരിക്കാനോ നവീകരിക്കാനോ ശ്രദ്ധിക്കുക. പങ്കാളിത്ത കച്ചവടത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർ കണക്കുകൾ കൃത്യമായി സൂക്ഷിക്കണം. അവിശ്വാസം വരാതെ നോക്കേണ്ടത് അത്യാവശ്യമാണ്. ചില്ലറ വിൽപ്പനക്കാരും ഏജൻസി ബിസിനസ് ചെയ്യുന്നവർക്കും ഈ മാസം ലാഭകരമായിരിക്കും. പുതിയ തൊഴിൽ തേടുന്ന പൂയം നക്ഷത്രക്കാർക്ക് ഈ മാസം കഠിനമായ മത്സരത്തെ നേരിടേണ്ടി വരും. ഇന്റർവ്യൂകളിൽ ആത്മവിശ്വാസത്തോടെ സംസാരിക്കാൻ ശ്രദ്ധിക്കണം. മാസത്തിന്റെ മൂന്നാം വാരത്തിൽ പുതിയ അവസരങ്ങൾ ലഭിക്കാൻ സാധ്യതയുണ്ട്. സാമ്പത്തിക കാര്യങ്ങളിൽ അതീവ ജാഗ്രത പുലർത്തേണ്ട മാസമാണിത്. വരുമാനത്തെക്കാൾ കൂടുതൽ ചെലവ് വരാൻ സാധ്യതയുള്ളതിനാൽ ബജറ്റ് പ്ലാൻ ചെയ്യുന്നത് നന്നായിരിക്കും. കൃത്യമായ വരുമാനം ലഭിക്കുമെങ്കിലും അപ്രതീക്ഷിതമായി വരുന്ന ചില ചെലവുകൾ നിങ്ങളുടെ സമ്പാദ്യത്തെ ബാധിച്ചേക്കാം. മുൻപ് നടത്തിയ നിക്ഷേപങ്ങളിൽ നിന്ന് ചെറിയ തോതിലുള്ള ലാഭം ലഭിക്കാൻ സാധ്യതയുണ്ട്. വീട് നവീകരണം, വാഹനത്തിന്റെ അറ്റകുറ്റപ്പണികൾ അല്ലെങ്കിൽ ആരോഗ്യപരമായ കാര്യങ്ങൾ എന്നിവയ്ക്കായി പണം ചെലവാക്കേണ്ടി വരും. ആഡംബര വസ്തുക്കൾ വാങ്ങുന്നത് ഈ മാസം ഒഴിവാക്കുന്നതാണ് ഉചിതം. പഴയ കടങ്ങൾ തീർക്കാൻ സാധിക്കുമെങ്കിലും പുതിയ കടങ്ങൾ വാങ്ങാതിരിക്കാൻ ശ്രദ്ധിക്കുക. ആർക്കും ജാമ്യം നിൽക്കാനോ വലിയ തുകകൾ കടം കൊടുക്കാനോ ഈ മാസം മുതിരരുത്. ഓഹരി വിപണിയിലോ ലോട്ടറിയിലോ പണം നിക്ഷേപിക്കുന്നത് ഈ മാസം നഷ്ടമുണ്ടാക്കിയേക്കാം. ദീർഘകാല നിക്ഷേപങ്ങൾ എന്നിവയ്ക്ക് മുൻഗണന നൽകുക. കുടുംബജീവിതത്തിൽ സന്തോഷവും സമാധാനവും നിലനിൽക്കുമെങ്കിലും ചെറിയ ചെറിയ അസ്വാരസ്യങ്ങൾ പ്രകടിപ്പിച്ചേക്കാം. മാതാപിതാക്കളുടെ ആരോഗ്യകാര്യത്തിൽ പ്രത്യേക ശ്രദ്ധ ആവശ്യമാണ്. അവരുടെ ആവശ്യങ്ങൾ കണ്ടിറങ്ങി പ്രവർത്തിക്കുന്നത് കുടുംബത്തിൽ ഐശ്വര്യം കൊണ്ടുവരും. പിതാവുമായുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ പറഞ്ഞു തീർക്കാൻ ഈ മാസം സാധിക്കും.
സാധിക്കും. സഹോദരങ്ങളിൽ നിന്ന് സഹായ സഹകരണങ്ങൾ ലഭിക്കും. ഭൂമി സംബന്ധമായോ വീട് സംബന്ധമായോ ഉള്ള തർക്കങ്ങൾ കുടുംബത്തിലുണ്ടെങ്കിൽ അവ ചർച്ചകളിലൂടെ പരിഹരിക്കപ്പെടും. സുഹൃത്തുക്കളുമായും ബന്ധുക്കളുമായും നല്ല ബന്ധം പുലർത്താൻ സാധിക്കും. കുടുംബത്തിൽ നടക്കാൻ പോകുന്ന ശുഭകാര്യങ്ങളിൽ സജീവമായി പങ്കെടുക്കും. സമൂഹത്തിൽ നിങ്ങളുടെ മാന്യതയും പ്രശസ്തിയും വർദ്ധിക്കും. വിവാഹിതരായ പൂയം നക്ഷത്രക്കാർക്ക് ഈ മാസം പങ്കാളിയുമായി കൂടുതൽ സമയം ചെലവഴിക്കാൻ സാധിക്കും. എങ്കിലും ചെറിയ കാര്യങ്ങളെ ചൊല്ലി വാഗ്വാദങ്ങൾ ഉണ്ടായേക്കാം. സംസാരത്തിൽ നിയന്ത്രണം പാലിക്കുന്നത് ബന്ധം ഊഷ്മളമായി നിലനിർത്താൻ സഹായിക്കും. പങ്കാളിയുടെ ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധ വേണം. പ്രണയിക്കുന്നവർക്ക് ഈ മാസം അനുകൂലമാണ്. പരസ്പരമുള്ള വിശ്വാസം വർദ്ധിക്കും. വിവാഹ കാര്യത്തിൽ തീരുമാനമെടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വീട്ടുകാരുമായി സംസാരിക്കാൻ അനുയോജ്യമായ സമയമാണ്. വിവാഹം ആലോചിക്കുന്നവർക്ക് അനുയോജ്യമായ ആലോചനകൾ വരാൻ സാധ്യതയുണ്ട്. എന്നാൽ തിടുക്കപ്പെട്ട് തീരുമാനങ്ങൾ എടുക്കാതെ കൃത്യമായി അന്വേഷിച്ച ശേഷം മാത്രം മുന്നോട്ട് പോവുക. പൂയം നക്ഷത്രക്കാർക്ക് പൊതുവെ ഉദരസംബന്ധമായ അസുഖങ്ങൾ വരാൻ സാധ്യതയുണ്ട്. ഭക്ഷണ കാര്യത്തിൽ നിയന്ത്രണം ഏർപ്പെടുത്തുക. പുറത്തു നിന്നുള്ള ഭക്ഷണം പരമാവധി ഒഴിവാക്കുക. സന്ധിവേദനയോ പേശിവേദനയോ ഉള്ളവർ ശ്രദ്ധിക്കണം. അമിതമായ ജോലിഭാരം മൂലം മാനസിക സമ്മർദ്ദം അനുഭവപ്പെട്ടേക്കാം. ഇത് ഉറക്കമില്ലായ്മയ്ക്ക് കാരണമായേക്കാം. യോഗ, ധ്യാനം എന്നിവ ശീലിക്കുന്നത് മനസ്സിന് ശാന്തി നൽകും. രാത്രി വൈകിയിരുന്ന് ജോലി ചെയ്യുന്നത് ഒഴിവാക്കുക. പൂയം നക്ഷത്രക്കാർ സ്വതവേ ആത്മീയ കാര്യങ്ങളിൽ താല്പര്യമുള്ളവരാണ്. ഈ മാസം നിങ്ങളുടെ ആത്മീയ ചായ്വ് വർദ്ധിക്കും. പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കാനോ തീർത്ഥാടനങ്ങൾ നടത്താനോ അവസരം ലഭിക്കും. വ്രതാനുഷ്ഠാനങ്ങൾക്കും പൂജകൾക്കും സമയം കണ്ടെത്തും. ഇത് നിങ്ങൾക്ക് വലിയ രീതിയിലുള്ള മാനസിക സംതൃപ്തി നൽകും. ഗുരുതുല്യരായ വ്യക്തികളുടെ അനുഗ്രഹം തേടുന്നത് ഉത്തമമാണ്. നിങ്ങളുടെ വ്യക്തിത്വത്തിൽ നല്ല മാറ്റങ്ങൾ കൊണ്ടുവരാൻ ഈ മാസം ശ്രമിക്കും. മുൻകോപം കുറയ്ക്കാനും ക്ഷമ ശീലിക്കാനും സാധിക്കും. മറ്റുള്ളവരെ സഹായിക്കാനുള്ള നിങ്ങളുടെ മനസ്സ് സമൂഹത്തിൽ നിങ്ങൾക്ക് വലിയ അംഗീകാരം നേടിത്തരും. പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സാധിക്കും. മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്ക് കഠിനാധ്വാനം ചെയ്താൽ മികച്ച വിജയം കൈവരിക്കാം. ഉപരിപഠനത്തിനായി വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായ അറിയിപ്പുകൾ ലഭിക്കും. കലാകായിക രംഗത്തുള്ള വിദ്യാർത്ഥികൾക്ക് തങ്ങളുടെ കഴിവ് തെളിയിക്കാൻ അവസരങ്ങൾ ലഭിക്കും. പുതിയ വാഹനം വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് മാസാവസാനത്തോടെ അനുകൂലമായ സാഹചര്യം ഒരുങ്ങും. എങ്കിലും വാഹനം ഓടിക്കുമ്പോൾ അതീവ ജാഗ്രത പാലിക്കുക. വീട് നിർമ്മാണം പകുതി വഴിയിൽ നിലച്ചവർക്ക് അത് പുനരാരംഭിക്കാൻ ആവശ്യമായ സാമ്പത്തിക സഹായം ലഭിക്കും. കോടതി കേസുകളിലോ നിയമതർക്കങ്ങളിലോ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് ഈ മാസം വിധി അനുകൂലമാകാൻ സാധ്യത കുറവാണ്. അതിനാൽ ഒത്തുതീർപ്പ് ചർച്ചകൾക്ക് വഴി തുറക്കുന്നത് നന്നായിരിക്കും. വാക്കുകൾ സൂക്ഷിച്ചുപയോഗിക്കുക. നിങ്ങളുടെ തമാശകൾ പോലും മറ്റുള്ളവരെ വേദനിപ്പിച്ചേക്കാം. ഒരു കാര്യത്തിലും അമിതമായി ധൃതി കാണിക്കരുത്. നിങ്ങളുടെ തൊഴിൽപരമായ രഹസ്യങ്ങളോ സാമ്പത്തിക വിവരങ്ങളോ വിശ്വസ്തരല്ലാത്തവരുമായി പങ്കുവെക്കരുത്. പൂയം നക്ഷത്രത്തിന്റെ അധിപൻ ശനിദേവനും ദേവത ബൃഹസ്പതിയുമാണ്. അതിനാൽ ഈ മാസത്തെ ദോഷഫലങ്ങൾ കുറയ്ക്കാൻ ചില പരിഹാരങ്ങൾ ചെയ്യാവുന്നതാണ്. ശനിയാഴ്ചകളിൽ ശാസ്താക്ഷേത്രത്തിലോ ശനിക്ഷേത്രത്തിലോ ദർശനം നടത്തുക. എള്ളുപായസം അല്ലെങ്കിൽ നീരാജനം വഴിപാടായി നടത്തുന്നത് തടസ്സങ്ങൾ മാറാൻ സഹായിക്കും. ദിവസവും ഹനുമാൻ ചാലിസ ചൊല്ലുന്നത് മാനസിക ധൈര്യം നൽകും. ശനിയാഴ്ചകളിൽ ആലംബഹീനരായവർക്ക് കറുത്ത വസ്ത്രമോ ഭക്ഷണമോ നൽകുന്നത് പുണ്യമാണ്. വ്യാഴാഴ്ചകളിൽ മഞ്ഞ വസ്ത്രം ധരിക്കുന്നതോ വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുന്നതോ സാമ്പത്തിക അഭിവൃദ്ധിക്ക് നല്ലതാണ്. 2026 ഫെബ്രുവരി മാസം പൂയം നക്ഷത്രക്കാർക്ക് പരീക്ഷണങ്ങളും നേട്ടങ്ങളും നിറഞ്ഞതാണ്. ആത്മവിശ്വാസത്തോടെയും ഈശ്വര ചിന്തയോടെയും മുന്നോട്ട് പോയാൽ പ്രതിസന്ധികളെ തരണം ചെയ്യാൻ സാധിക്കും. സാമ്പത്തിക കാര്യങ്ങളിൽ മിതത്വം പാലിക്കുകയും കുടുംബാംഗങ്ങളോട് സ്നേഹത്തോടെ പെരുമാറുകയും ചെയ്താൽ ഈ മാസം നിങ്ങൾക്ക് സംതൃപ്തി നൽകും. നിങ്ങളുടെ കഠിനാധ്വാനത്തിന് അർഹമായ ബലം വൈകിയാണെങ്കിലും ലഭിക്കുമെന്നുറപ്പാണ്. ഈ മാസത്തെ നിങ്ങളുടെ മന്ത്രം ക്ഷമയും കഠിനാധ്വാനവും എന്നതാകട്ടെ. എല്ലാ മേഖലയിലും മിതത്വം പാലിക്കുന്നത് ദോഷങ്ങളകറ്റി നന്മകൾ വരാൻ സഹായിക്കും.